കോട്ടയം നഗരത്തിൽ നിന്നൊരു വാർത്ത. അവിടെ തെരുവുനായ ശല്യം രൂക്ഷമാകുന്നു എന്നാണ് വിവരം. പ്രവാസിയുടെ കൈവിരൽ ആക്രമണത്തിൽ നഷ്ടമായി. കഴിഞ്ഞ ദിവസമുണ്ടായ ആക്രമണത്തിൽ ഒരു കുട്ടിയടക്കം 11 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകും. ടോബി, ആൾക്കാർക്ക് വഴി നടക്കാൻ പറ്റാതായോ കോട്ടയം നഗരത്തിൽ? തീർച്ചയായിട്ടും SKN, അതിരൂക്ഷമായിട്ടുള്ള തെരുവുനായ ശല്യം കോട്ടയത്തുണ്ട്. അതും കോട്ടയം നഗരത്തിലുണ്ട്. പുറത്തിറങ്ങിയ ആളുകൾക്ക് നടക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ നമുക്കിത് പറയാം. അധികൃതർ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. എന്തായാലും കഴിഞ്ഞ ദിവസമാണ്, അതായത് 2 ദിവസം മുമ്പാണ് ഒരു പ്രവാസിയായിട്ടുള്ള അയർക്കുന്ന സ്വദേശി ഷാജിമോൻ, അദ്ദേഹം ഒരു ചികിത്സയ്ക്ക് വേണ്ടി നാട്ടിലേക്ക് എത്തിയതാണ്. സൗദിയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹം നാട്ടിലെത്തി തിരിച്ചു പോകുന്നതിന് വേണ്ടി ടിക്കറ്റൊക്കെ എടുത്ത് 26-ാം തീയതി മടങ്ങിപ്പോകേണ്ടതാണ്. അതിനുവേണ്ടി ചില സാധനങ്ങൾ വാങ്ങാൻ നാഗമ്പടത്ത് വന്നപ്പോഴാണ് ഈ തെരുവുനായയുടെ ആക്രമണത്തിന് ഇരയായത്. അദ്ദേഹത്തിന്റെ ഇരു കൈകളും കടിച്ചു മുറിച്ചിരിക്കുകയാണ്. ക്രൂരമായിട്ടുള്ള ആക്രമണം തന്നെയായിരുന്നു ഉണ്ടായത്. ആ ഒരു ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ വലത് കൈയുടെ ഒരു വിരൽ നഷ്ടമായിട്ടുണ്ട്. അത്രത്തോളം ബ്രൂട്ടലായിട്ടുള്ള ഒരു തെരുവുനായ ആക്രമണം തന്നെയാണ്. എന്തായാലും ഇത് എത്രത്തോളം ഈ ഒരു പ്രശ്നം വലിയ രീതിയിൽ ഈ ഒരു നഗരത്തെ ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും, അതായത് 2 ആഴ്ചയ്ക്ക് മുൻപ് നടന്ന ഒരു തെരുവുനായ ആക്രമണത്തിൽ 7 പേർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയടക്കം 11 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വ്യാപിക്കുമ്പോഴും ഇതിനെതിരെ യാതൊരു നടപടികളും ഉണ്ടാകുന്നില്ല. ഇദ്ദേഹത്തിന് തന്നെ ഇപ്പോൾ വലിയ തുക ചികിത്സയ്ക്കാകുന്നുണ്ട്. പ്ലാസ്റ്റിക് സർജറി അടക്കം വേണമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള ഒരു നടപടി ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്നൊരു ആവശ്യമാണ് വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നത്. SKN. ഓക്കെ, ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിയത്. ഈ തെരുവുനായ ആക്രമണം കൊണ്ട് കടിയേറ്റ ഒരു മനുഷ്യൻ നമുക്കൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. അതെ, ഞാൻ സൗദിയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഞാൻ തിരിച്ചു പോകാൻ വേണ്ടി സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി നാഗമ്പടം വരെ പോയതാണ്. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എടുക്കാൻ വേണ്ടി ഒരു പ്രകോപനമില്ല ഓടി ഒന്ന് കടിച്ചതാണ്. കടിച്ച് നേരെ കൈയുടെ വിരൽ കടിച്ചുകൊണ്ട് പോയി. എന്നിട്ടപ്പോൾ ഞാൻ പിന്നെ എൻ്റെ കയ്യെ കയറി കടിച്ചു. അപ്പോൾ ഞാൻ പട്ടിയെ കുത്തി നേരത്തെ പിടിച്ചു കഴിഞ്ഞ പട്ടി കടി വിട്ടു. എന്നെ കടിച്ച് കൊല്ലാൻ എന്നുള്ള ശ്രമമായിരുന്നു പട്ടി ചെയ്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.